ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നത്. കുറച്ച് ദിവസമായില്ലേ ഇങ്ങനത്തെ വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു വ്ളോഗ് ഇടാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ വ്ളോഗാണ്. അപ്പോൾ ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് തിങ്കളാഴ്ചയാണ്. അപ്പോൾ രാവിലെ തന്നെ ചായൻ്റെ കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വേഗം ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടാണ്. റവപ്പുട്ടാണ് ഉണ്ടാക്കിയത്. റവപ്പുട്ടിന് കൂട്ടാൻ മാന്തക്കറി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും രണ്ടാളും ഉറങ്ങാണ്. അബിയും നന്ദു ഉറങ്ങാണ്. അമ്മയും സിനുവേട്ടനും ഹോസ്പിറ്റലിലേക്ക് പോയിന്. അപ്പോൾ അത് അവിടെ നിന്നൊരു ഷീട്ട് വാങ്ങാനുണ്ട്, ഫറൂഖ് ESIന്ന്. ആ ഷീട്ട് വാങ്ങിയിട്ട് നാളെ വീണ്ടും ആ ESIൽ തന്നെ പോയിട്ട് വേറെ ഡോക്ടറെ കൊണ്ട് എഴുതിപ്പിക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് ചുറ്റിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ ചോറിനുള്ള വെള്ളമൊക്കെ തിളയ്ക്കാനൊക്കെ ആയി തുടങ്ങിയാണ്. നല്ലോണം തീ കത്തിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുടിക്കാനുള്ള വെള്ളം 2 ചെമ്പിൽ അവിടെ ആക്കി വെച്ചിന്. അപ്പോൾ അത് ആ സമയത്തിൻ്റെ ഉള്ളിലേക്ക് ചോറൊക്കെ ചോറൊക്കെ ഊറ്റുന്ന തിരക്കിലാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ തിരുമ്പലും നടക്കണ്ടേ. അഭിനന്ദം എണീച്ചിട്ടില്ല. കോളേജ് ഇല്ലാത്തതുകൊണ്ട് രണ്ടാളും നല്ല ഉറക്കാം. അപ്പോഴേക്കും അമ്മയും സിനേട്ടനും ആശുപത്രിയിലൊക്കെ പോയി വന്ന് അമ്മ വരുമ്പോൾ കൊത്തമരയും മീനും ഒക്കെ കൊണ്ടുവന്നിട്ട് അവർ രണ്ടാളും പോയി വരുമ്പോൾ അപ്പോൾ അത് അമ്മ പെരുക്കി മുറിക്കുകയാണ്. വേഗം മുറിച്ച് പിന്നെ നമ്മൾ അടുപ്പൊഴിഞ്ഞല്ലോ, ചോറ് വെന്ത് അടുപ്പൊഴിഞ്ഞപ്പം തന്നെ വേഗം അത് അടുപ്പത്തേക്കൊക്കെ വെച്ച് അത് ഏകദേശം വേവാനൊക്കെ ആയി തുടങ്ങി കേട്ടോ. അപ്പോൾ അത് ചെമ്മിയാണ് കിട്ടിയത്. പിന്നെ അയില, അപ്പോൾ കുറച്ച് വലിയ ചെമ്മിയുണ്ട്, കുറച്ച് വലിപ്പം കുറഞ്ഞ ചെമ്മിയുണ്ട്. നായ്ക്കുട്ടികൾക്ക് ഒരയില വേഗം മഞ്ഞൾപ്പൊടി ഇടണം. എല്ലാവർക്കും വിശപ്പ് തുടങ്ങിയത് കാരണം അവർക്ക് രാവിലെ കൊടുത്തില്ല. അപ്പോൾ വേഗം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ അപ്പോഴേക്കും ഒരുപാട് തിരുമ്പി ഇട്ടണ് കേട്ടോ. എല്ലാം ക്ലിപ്പ് കുത്തിയിട്ടതാണ്, അല്ലെങ്കിൽ പാറി താഴെ വീഴും. നല്ല കാറ്റും ഉണ്ട്. അപ്പം വേഗം നമ്മുടെ കൊത്തമരേൻ്റെ ഉപ്പേരി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പച്ചമുളകും കറിവേപ്പിൻ്റെലൊക്കെ ഇട്ടുണ്ട് കേട്ടോ. ഇതിന് നല്ലൊരു ടേസ്റ്റാല്ലേ, നല്ലൊരു ചൊയയാണ് ഇതിന്. അപ്പം ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. നന്ദുമോളും അബിയും വല്ലാതെ തിന്നൂല ഉപ്പേരികളൊന്നും. പിന്നെയും തിന്ന ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയാണ്. അപ്പം ഇതേതായാലും സെറ്റായി. മീൻ പൊരിക്കാൻ വേഗം അടുപ്പത്ത് വെച്ച് ഉപ്പേരി എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ വേഗം മീൻ പൊരിക്കാനുള്ളതും വെച്ച്. ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ളത് ചെമ്മി ഫ്രൈ ആണ്. ചെമ്മി മുറിച്ച് വെച്ചണല്ലോ. അപ്പോഴേക്കും അയില വേഗം ഒരു മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് നന്ദമോള് വേഗം നായ്ക്കുട്ടികൾക്ക് കൊടുക്കാനുള്ള തിരക്കിലാട്ടോ. അപ്പോൾ അവൾ അതൊക്കെ കുഴക്കുന്നുണ്ട്. മീനിൻ്റെ മുള്ളൊക്കെ പോക്കിയതിന് ശേഷം കേട്ടോ നായ്ക്കുട്ടികൾക്ക് കൊടുക്കൽ. അപ്പോൾ ഈ സിനേട്ടൻ മണ്ണുറവളയിലൊന്ന് പോയി വരാമെന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി റെഡി ആയിക്കുക. അപ്പോൾ ഇവിടെ പാപ്പ് ചോറിന് വെയിറ്റിങ്ങിലാണ്. വിശക്കുണ്ട് തോന്നുന്നുണ്ട്. വിശക്കുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചോറിന് വെയിറ്റ് ചെയ്ത് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ചോറിന് വല്ലാതെ വെയിറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ സിനേട്ടൻ പോണതൊക്കെ കണ്ടിട്ടും പിറകെ പോവാണ്ടിരിക്കുന്നത് വിശന്നിട്ടാണ്, അല്ലെങ്കിൽ ഇപ്പം പിന്നാലെ പോകും. എന്തായാലും നന്ദു കുറച്ച് നേരമൊക്കെ അവളെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കൊതിപ്പിക്കുക എന്ന് പറയുന്നത് എന്താ അറിയോ, അതിൻ്റെ മുള്ളും കാര്യങ്ങളൊക്കെ എടുക്കണ സമയം വരെ അവിടെ നിൽക്കണം. ഒരു മുള്ളു പോലും കൊടുക്കൂല. ചെറുപ്പത്തിലേ അങ്ങനെ ശീലിപ്പിച്ച കാരണം ഇപ്പം മുള്ളൊക്കെ കൊടുക്കാൻ ഞങ്ങൾക്ക് പേടിയാണ്. അപ്പോൾ ഞങ്ങൾ മുള്ളൊന്നും കൊടുക്കില്ല. ചിക്കൻ്റെ എല്ല് അങ്ങനെയുള്ള എല്ലുകൾ കാര്യങ്ങളൊന്നും കൊടുക്കൂല. എവിടെയെങ്കിലും കുത്തി തറയ്ക്കുമോ എന്നൊരു പേടിയാണേ. അവർക്ക് പറയാനും കൂടി അറിയില്ലല്ലോ. അപ്പോൾ സിനേട്ടൻ വളവ് പോയി വരാറിന് പോയി. ഇനി നമുക്ക് വീണ്ടും നമ്മളെ പണിയൊക്കെ തുടങ്ങണം. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോഴേ ഒന്ന് പോയി വരാറിനിട്ട് പോവുകയാണ്. അപ്പോഴേക്കും അമ്മ അവിടെ പപ്പടം കാച്ചുണ്ട്. നമ്മൾ ഉപ്പേരി മീൻ പൊരിച്ചതൊക്കെ റെഡിയായി. അപ്പം ഗ്യാസിന് ലാഭിക്കലുള്ള പരിപാടി കേട്ടോ. അടുപ്പത്ത് ചോറ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല കണലല്ലേ. അപ്പം ബാക്കി പരിപാടികളൊക്കെ ഇതിൽ തന്നെ അങ്ങോട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. അപ്പോഴേക്കും ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ. തിരുമ്പലൊക്കെ കഴിഞ്ഞപ്പോഴേ വേഗം പോയി കുളിച്ച്. അപ്പോൾ ഇനി ചെമ്മി ഫ്രൈ ഉണ്ടാക്കണം. അത് ഞാൻ ഉണ്ടാക്കണം. അതാണ് ഇവിടുത്തത്. കാരണം മക്കൾ പറയും അമ്മ ഉണ്ടാക്കിക്കോ, അമ്മയും പറയും ഇജ്ജ് ഉണ്ടാക്കിക്കോ പറയും. അപ്പോൾ ചെമ്മീൻ്റെ വെള്ളം ആകെ നിലത്ത് ചിന്തിയിട്ടോ. അത് നമുക്ക് പിന്നെ തുടച്ചെടുക്കാം. പിന്നെ ഉരുളക്കിഴങ്ങ്, ഉള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ. ഇതാണ് കേട്ടോ നമ്മൾ ഫ്രൈ ഉണ്ടാക്കാൻ പോണത്. പാപ്പ് ചോറൊക്കെ തിന്ന് നല്ല റെസ്റ്റിലാണ്. ഇനിയിപ്പോൾ ഒരു ഉറക്കമൊക്കെ ഉണ്ടാവും ആൾക്ക്. മേശൻ്റെ താഴെ വന്ന് കിടന്നൊരു ഉറക്കമാണ്. അപ്പം വല്ലാതെ ഒന്നും തിന്നിട്ടില്ല, കുറച്ച് തിന്നിട്ടുള്ളൂ കേട്ടോ. ബാക്കി അവിടെ തന്നെ വെച്ച് പോയി. അത് വേണമെങ്കിൽ ഇനി കുറച്ച് സമയം കഴിയുമ്പോൾ എടുത്ത് തിന്നാൻ വരും. അപ്പോഴേക്കും സിനേട്ടൻ പോയി വന്ന് വണ്ടീൻ്റെ ഒച്ച കേട്ടപ്പോഴേക്കും അവൾ വാതിലിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നുണ്ട്. നമ്മൾ കുറ്റി തുറന്നു കൊടുക്കണം. ഇത് എപ്പോഴും അടച്ചിടും കേട്ടോ. പാപ്പ ഉള്ളിലാണെങ്കിൽ എപ്പോഴും അടച്ചിടും. കാരണം ഏതെങ്കിലും ഒരു നായേൻ്റെ സൗണ്ട് കേട്ടാൽ ആൾ വാതിൽ ചവിട്ടി തുറന്ന് ഓടും കേട്ടോ. നമ്മൾ കുറ്റിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് ഓടുക ചെയ്യുക. അപ്പോൾ എപ്പോഴും ഞങ്ങളിവിടെ കുറ്റിയിട്ടുകൊണ്ടിരിക്കുക. അവളെ ഉള്ളിലിട്ടിട്ടുണ്ടെങ്കിൽ മുമ്പിലെ വാതിൽ എപ്പോഴും അടച്ചിട്ടിട്ടാണ്. അപ്പോൾ അത് സിനേട്ടനായിട്ടൊരു കളി കളിക്കണതിൻ്റെ ഇടയിൽ കൂടി എന്തോ പോയി വായയിലാക്കിനെ. അപ്പോൾ ഇവിടെ വാ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുകയാണ് കേട്ടോ. വായയിൽ എന്തോ വിറകിൻ്റെ എന്തോ ആണ്. അപ്പോൾ അത് കണ്ടോ, വായയിൽ എടുത്ത് ഒഴിവാക്കി. ഇനി സിനേട്ടനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. ആ ഒരു പരിപാടിയാണേ. ഇതിന് ഭയങ്കര ഇണക്ക ആളായിട്ട്. ഇവിടെ
എല്ലാ ആൾക്കാരായിട്ട് മാത്രം ഇണക്കും. വേറെ ആര് വന്നാലും കയറാൻ സമ്മതിക്കില്ല. ഒരു കാക്കേനെയോ പൂച്ചേനെയോ ഒരു ഈച്ചേനെ പോലും കയറാൻ സമ്മതിക്കില്ലായിരുന്നില്ല. അങ്ങനത്തെ ഒരു ഐറ്റാണത്. പിന്നെ സിനേട്ടൻ്റെ വയറ്റിൽ തന്നെ കേട്ടോ കളിക്കുകയാണ്. സിനേട്ടൻ അതിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിപ്പിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ നന്ദു കുളിച്ച് വന്ന് ഓരോരുത്തരുടെ പണികൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അബി ഇവിടെ ഇല്ല. അബി പുറത്തേക്കൊക്കെ പോയിനെ. അപ്പോൾ കുറേ ആയില്ല നമ്മളിങ്ങനെ ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ടില്ലേ. അപ്പോൾ വിചാരിച്ചു ചെറിയൊരു വ്ളോഗൊക്കെ ഇടാം. കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് കൂട്ടുകാരുണ്ട്, ഇഷ്ടമില്ലാത്ത കൂട്ടുകാരുണ്ടാവും. എന്നാലും നമുക്ക് ഇഷ്ടം മാത്രം നോക്കിയിട്ട് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. ഇഷ്ടമില്ലാത്തവർ കാണണ്ട അല്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പാപ്പുവിന് അപ്പോഴേക്കും നൊന്ത് എടുത്തിട്ട് കാര്യമില്ല. സിനേട്ട അവിടെ ഇരിക്കണോണ്ട് ഓള് പോയിട്ട് അവിടെ തന്നെ എന്താ പറയുക അവിടെ തള്ളിയിടുകയാണ് കേട്ടോ. ഓലെ രണ്ടാളും അവിടെ കളിക്കട്ടെ, ഞാൻ വേഗം പോയി ഫ്രൈ ഉണ്ടാക്കട്ടെ. അങ്ങനെ നമ്മളെ ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ചൂടായിന്. ഇത് നല്ല കണലുള്ളതുകൊണ്ടേ പെട്ടെന്ന് റെഡിയാവും. പിന്നെ ചെമ്പിൽ ചൂടുവെള്ളമൊക്കെ ആക്കി കുടിക്കാൻ വെച്ചിന്. പിന്നെ ഞാനും കുളിക്കാനും ചൂടുവെള്ളം തന്നെയായിട്ട് എടുക്കുക. എനിക്ക് പച്ചവെള്ളത്തിന് ചെറിയൊരു അലർജിയാണ്. അതുകൊണ്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ചൂടുവെള്ളത്തിൽ തന്നെയാണ് കുളിക്കുക. അത് എവിടെ പോവാനുണ്ടായാലും പോവാനില്ലേലും ഞാൻ രാവിലെ തന്നെ ആ വെള്ളം അവിടെ ചൂടാക്കും. എങ്ങോട്ടും പോവാനില്ലെങ്കിൽ പിന്നെ നേരം വൈകിട്ട് ചോറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ കുളിക്കുക. അപ്പം വെള്ളം ചൂടാക്കിയിട്ട് കുളിക്കും. അതാകുമ്പോൾ നമുക്ക് അത്ര ഒരു അസ്വസ്ഥത വരില്ല. പച്ചവെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. അങ്ങനെ അപ്പോൾ അതാ ഫ്രൈ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുത്തു. ഉപ്പൊക്കെ ഇട്ടണേ. ഉപ്പിട്ടത് നല്ലോണം വഴന്ന് വരുമല്ലോ. അപ്പോൾ ഉപ്പിട്ട് ഇളക്കുന്നുണ്ട്. ഇതൊന്ന് ലേശം ഒന്ന് വഴന്നിട്ട് വേണം നമുക്കിതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ അടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേക ചൊയയല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും അമ്മ അവിടെ കുറച്ച് കട്ടനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം പണിയൊക്കെ കഴിഞ്ഞാൽ ലേശം കട്ടൻ ചായ കുടിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. നന്ദുമോൾ കോഴിമുട്ടയും പുഴുങ്ങിയാണ്. നന്ദുമോൾക്ക് അബി ഇന്നലെ കുറച്ച് മന്തി റൈസ് കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ അതിലേക്ക് കോഴിമുട്ടയൊക്കെ പുഴുങ്ങി അതിൽ പൊരിച്ചതൊക്കെ കൂട്ടിയിട്ടാട്ടോ ഓള് തിന്നാൻ പോണത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മീൻ മസാല ഇട്ട് കൊടുത്തണേ. അപ്പോൾ അത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ നല്ലൊരു ടേസ്റ്റാവും. നമ്മളെല്ലാ മസാലകളും ഇട്ട് കൊടുത്താലും ഈ മസാല ഒരു തുള്ളി അതിലിട്ട് കൊടുക്കുമ്പോൾ നമ്മളെ മീൻ കറിക്കും ഒക്കെ ഒരു ടേസ്റ്റാട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് മീൻ കറിയിലൊക്കെ മസാല ഉപയോഗിക്കലുണ്ട് കേട്ടോ. എന്താ അറിയില്ല, അപ്പോൾ ഒരു 2-3 മാസമായിട്ട് ഇപ്പോൾ അങ്ങനെയാണ്. അതിടുമ്പോൾ കറിക്കൊരു ഒരു ടേസ്റ്റൊക്കെ ഉണ്ട്. എന്താ പറയുക, ആദ്യം നമ്മൾ വെക്കണത് ടേസ്റ്റ് ഇല്ല എന്നല്ല, ഇതിടുമ്പം നല്ലൊരു പ്രത്യേക ടേസ്റ്റാട്ടോ. അപ്പോൾ പിന്നെ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന്. അത് ഓവറായിട്ട് വേണ്ട വിചാരിച്ചിട്ട് പച്ചമുളക് ഒരു 2-3 ഇട്ടിട്ട് മുളക് പൊടി കുറയ്ക്കാൻ വിചാരിച്ചിട്ടോ. പിന്നെ മീൻ മസാല ഇടുമ്പോൾ അതിനും ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല എരിവ്. പിന്നെ എല്ലാം കൂടി ഇടണ്ടല്ലോ വിചാരിച്ച് അങ്ങനെ ചെമ്മീൻ ഇട്ട് കൊടുത്തു. ചെമ്മിക്ക് നല്ല വേവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അമ്മ കുറേ നേരമായി പറയുന്നത് ഉരുളക്കിഴങ്ങൊക്കെ ഇടുമ്പോൾ തന്നെ ചെമ്മി ഇട്ടോ, അല്ലെങ്കിൽ വെന്ത് കിട്ടാൻ സമയം വൈകും. സമയം ഒരുപാടായിരുന്നു, 1 മണിയൊക്കെ കഴിഞ്ഞിന്. അപ്പോൾ ചെമ്മി വേഗം ഞാൻ അതിൻ്റെ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത്. ഇനി കുറച്ച് നല്ലോണം വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചാൽ നല്ലോണം തിളച്ച് വെന്ത് വരുമ്പോൾ അത് നല്ല ഗ്രേവി ആയിട്ട് വരും. അപ്പം വെള്ളം ഒരുപാട് കൂടുകയൊന്നുമില്ല. ഒഴിച്ചത് കണ്ടാൽ നിങ്ങൾക്ക് തോന്നുമായിരിക്കും ചിലപ്പം ഒരുപാട് കൂടൂല കേട്ടോ. ഇത് നല്ലോണം വെന്ത് ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ നല്ല ഗ്രേവിയായി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനതൊക്കെ സെറ്റാക്കി അവിടെ മൂടി വെച്ച് ചായ കുടിക്കാൻ വേണ്ടി പോയിട്ടോ. കോഴിമുട്ടയും ചായയും പിന്നെ രാവിലത്തെ റവപ്പുട്ടും ഉണ്ടേ. അപ്പോൾ സിനുവേട്ടൻ ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ട് ചായ കുടിക്കുന്നുണ്ട്. ഞാനും അമ്മ അവിടെ ഉണ്ട്. നന്ദമോളാണ് ഇതിൻ്റെ ആള്. കോഴിമുട്ട പുഴുങ്ങിയിട്ട് ചായ കുടിക്കാൻ പറഞ്ഞത്. അങ്ങനെ ഓള് സിറ്റ് ഔട്ടിൽ കൊണ്ടുവച്ചിട്ടാട്ടോ ചോറ് തിന്നണത്. ചായ വേണ്ട പറഞ്ഞു അവൾ ചോറ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മന്തി റൈസും അതും തിന്നുന്നുണ്ട്. അമ്മ പുട്ട് കോഴിമുട്ട. ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെ കേട്ടോ. പിന്നെ ചീനച്ചട്ടിയിലുള്ള നമ്മുടെ എന്താ പറയുക ചെമ്മീൻ ഫ്രൈ അടിപൊളി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഒന്നുകൂടി വറ്റാണ്ട് മൂടി വെച്ചു. വീണ്ടും പോയി നോക്കിയപ്പം കറി അടിപൊളിയായി ഗ്രേവിയൊക്കെ ആയി സെറ്റായി വന്നിന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഒരുപാട് ലെങ്ത്തൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ എല്ലാവരും മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചെമ്മിയൊക്കെ നല്ലോണം വെന്തുട്ടാ. അടുപ്പത്ത് ഉണ്ടാക്കുന്ന കറിക്കും ചോറിനും അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ അല്ലേ. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ഈ ചെറിയ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റുകളൊക്കെ ഇടുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമ്മളെ വീട്ടിലെ അടുക്കളയിലെ ചെറിയൊരു കുക്കിംഗ് വ്ളോഗാണ് ഇട്ടത്. ഒരുപാട് വ്ളോഗുകൾ ഇടാനുള്ള സാഹചര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മളെക്കൊണ്ട് കഴിയുന്ന വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. ആർഭാടങ്ങളൊന്നുമുള്ള വ്ളോഗായിരിക്കില്ല, സാധാ വ്ളോഗായിരിക്കും.
കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ, സി യു. ചെമ്മീൻ ഫ്രൈ വേണമെങ്കിൽ എല്ലാവരും എടുത്തോട്ടോ, അടിപൊളി ടേസ്റ്റാണേ. പിന്നെ വേഗം കുടിക്കാൻ കുറച്ച് വെള്ളം കൂടി കയറ്റി വെച്ച് ഇനി നമുക്ക് രാത്രിക്ക് വരെ കുടിക്കാനുള്ള വെള്ളം റെഡി. എല്ലാ കൂട്ടുകാരും ബൈ ബൈ, സി യു ഗൈസ്, ബൈ.